നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും നോക്കുന്നത് പൈൽസിനുള്ള കാരണങ്ങളും അതേപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. അതിൽ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രധാന കാരണം കോൺസ്റ്റിപ്പേഷനാണ് അഥവാ മലബന്ധം. അതേപോലെ തന്നെ ഫൈബർ അടങ്ങുന്ന ഭക്ഷണത്തിലുള്ള കുറവ്, വെള്ളം കുടിക്കുന്നതിലുള്ള കുറവ്, അതേപോലെ തുടർച്ചയായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നത് പൈൽസിനൊരു പ്രധാന കാരണമാണ്. അതേപോലെ തന്നെ പ്രഗ്നൻസി ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായും കോൺസ്റ്റിപ്പേഷനുള്ള ആളുകൾ അമിതമായിട്ട് സ്ട്രെയിൻ എടുത്ത് മോഷൻ പാസ് ചെയ്യാതിരിക്കുക. ഇത്തരത്തിലുള്ള അമിതമായി സ്ട്രെയിൻ എടുക്കുമ്പോൾ നമുക്ക് റെക്ടൽ വെസൽസിന് അമിതമായി പ്രഷർ വരികയും അതുമൂലം പൈൽസ് കൂടാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് ധാരടങ്ങിയിട്ടുള്ള ഭക്ഷണം ധാരാളം കഴിക്കുക, പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നമ്മളെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതേപോലെ ധാരാളം വെള്ളം കുടിക്കുക. അതെങ്ങനെ നോക്കുകയാണെങ്കിൽ 25 കിലോ ഉള്ള ഒരാൾക്ക് 1 ലിറ്റർ വെള്ളം എന്ന പ്രൊപ്പോർഷനിൽ, അപ്പോൾ നിങ്ങളെ വെയിറ്റ് എത്രയാണോ ആ പ്രൊപ്പോർഷനനുസരിച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതേപോലെ തുടർച്ചയായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ കൂടുമ്പോൾ ഒരു 10 മിനിറ്റ് നടക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഡെയിലി രാത്രി നമ്മൾ ഒരു 10 മിനിറ്റ് ഉപ്പിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഇരിക്കുന്നത് മലദ്വാരത്തിലുള്ള ചൊറിച്ചിൽ അതേപോലെ ചുട്ടുനീറ്റലൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. അതേപോലെ കൃത്യമായി ചികിത്സ എടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിൽ ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ 4 സ്റ്റേജ് പറഞ്ഞിരുന്നു പൈൽസിൻ്റെ. അപ്പോൾ അതിൽ കാണുന്ന ലക്ഷണങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ കൃത്യമായ മെഡിസിൻ എടുത്ത് ചികിത്സ എടുക്കുകയാണെങ്കിൽ ഹോമിയോപ്പതിയിലൂടെ പൈൽസിനെ നിയന്ത്രിക്കാനും അതേപോലെ ഫലപ്രദമായി ചികിത്സിക്കാനും സാധിക്കുന്നതാണ്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പുതിയൊരു ടോപ്പിക്കുമായി കാണാം. നന്ദി, നമസ്കാരം.